അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴും ബയോളജിയിൽ നിന്നും റിപ്പീറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കോർ കോൺസെപ്റ്റ്സ് ഓഫ് ബയോളജിയാണ്. നിങ്ങൾക്കറിയാം നീറ്റിന് ഒരു ടോപ്പിക്ക് പോലും മിസ്സാവാൻ പാടില്ല. പക്ഷെ ഐസറിലേക്ക് വരുമ്പം കുറച്ച് കോർ ടോപ്പിക്കുകൾ ഉണ്ട്. അത് പക്ഷെ പലപ്പോഴും നീറ്റിന് ചോദിക്കാത്ത ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ആ നീറ്റിന് ആ ഏരിയയിൽ അത്ര ഫോക്കസ് ചെയ്യാത്ത ഭാഗങ്ങളാണ്, കോൺസെപ്ഷ്യലി ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സോ എന്തൊക്കെയാണ് ബയോളജിയിൽ നിന്നും ചോദിക്കുന്ന ടോപ്പ് 10 ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ടോപ്പിക് എന്നുള്ളത് നമ്മൾ നോക്കാം. പെഡിഗ്രി തന്നുകൊണ്ട് ഒരു ജെനറ്റിക് ഡിസോർഡറിന്റെ പെഡിഗ്രി നിങ്ങൾക്ക് തരും. അത് ഏത് ടൈപ്പ് ഡിസോർഡർ ആണ് എന്നുള്ളത് ചോദിക്കും. എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, എക്സ് ലിങ്ക്ഡ് റെസിസീവ്, അല്ലെങ്കിൽ ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റെസിസീവ്. ഇതിൽ നിന്നും നിങ്ങളൊരു ഉത്തരം തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കണം. ഇതെല്ലാ വർഷവും വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ പ്രത്യേകിച്ച് ലൈറ്റ് റിയാക്ഷൻ, അതിലെ തന്നെ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള, ഗ്രാഫ് തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കേണ്ടത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഹ്യൂമൻ ഫിസിയോളജിയിലെ 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും കീ ആയിട്ടുള്ള നീറ്റിന് വരാൻ സാധ്യതയില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഒരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നിങ്ങൾക്ക് തരിക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നീറ്റിന് പഠിക്കാനുള്ളത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അതിന്റെ ഷേപ്പ് എന്താണ്, സിഗ്മോയിഡ് ഷേപ്പ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റിയെ റിലേറ്റ് ചെയ്യുന്ന, അവരെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നീറ്റിന് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള അഫിനിറ്റി കുറയുമെന്നും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഫിനിറ്റി കൂടുമെന്നും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുക. സോ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് 2 തവണ ചോദിച്ച ഒരു ടോപ്പിക്കാണ്, കീ ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബയോമോളിക്യൂൾസിലെ എൻസൈംസ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. Km കോൺസ്റ്റന്റ്, അതുപോലെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇൻഹിബിഷൻ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്താ എന്നുള്ളതും അല്ലോസ്റ്റെറിക് സൈറ്റുകൾ എന്താ എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ധാരണയും കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ എൻസൈംസിന് കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് ബയോമോളിക്യൂൾസ് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ എവല്യൂഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ പ്രോപ്പർലി മനസ്സിലാക്കി നിങ്ങളുടെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചലഞ്ച് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും വരിക. ജസ്റ്റ് p² + 2pq + q² = 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ അങ്ങനെ കണ്ട് പഠിച്ചു പോകരുത്. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ സ്ട്രോങ് ആക്കണം. എല്ലാ എക്സാമിനും എവല്യൂഷനിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് വരാറുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ബയോടെക്നോളജി 1-ലെ ടോപ്പിക്കാണ് പ്ലാസ്മിഡ് വെക്റ്റർ. പ്ലാസ്മിഡ് വെക്റ്ററിൽ നമുക്ക് പ്ലാസ്മിഡ് വെക്ടേഴ്സ് തരും, എന്നിട്ട് റെസ്ട്രിക്ഷൻ സൈറ്റുകൾ നമുക്ക് തരും. അത് വെച്ച് അതിനുശേഷം ജെൽ ഇലക്ട്രോഫോറസിസിൽ റൺ ചെയ്യുന്ന സിനാരിയോ തരും. അപ്പൊ ഇതിന്റെ എല്ലാം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്ലാസ്മിഡ് വെക്ടേഴ്സ്. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഇനി ആദ്യത്തെ ഒരു 4 ദിവസം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ്ലി എടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബയോടെക്നോളജി 1 ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തിനു വേണം കൊടുക്കാൻ എന്ന് ചോദിച്ചാൽ പ്ലാസ്മിഡ് വെക്ടർ, അതിന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ്, എന്തിനു വേണ്ടിയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് റൺ ചെയ്യുന്നത്, അതിന്റെയൊക്കെ കോർ കോൺസെപ്റ്റ് ഇല്ലേ, ഒരു സയന്റിസ്റ്റ് നാളെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ടെക്നിക്സ് ആണ് നിങ്ങൾ ഇപ്പോൾ +2 പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അകത്തുള്ള ഒരു ആസ്പയറിംഗ് സയന്റിസ്റ്റിനെയാണ് ഈ എക്സാം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു എക്സാം ആണ്. നിങ്ങൾ എന്തൊക്കെ മഗ്ഗപ്പ് ചെയ്യുന്നോ, എന്തൊക്കെ നിങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നോ എന്നുള്ളത് ഇവിടുത്തെ ഒരു വിഷയമല്ല. നിങ്ങൾ എങ്ങനെ ഈ നിങ്ങളുടെ സയൻസ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. അപ്പം പ്ലാസ്മിഡ് വെക്ടേഴ്സിന്റെ ഈ ഒരു ഏരിയ, ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് സെല്ലുലാർ റെസ്പിറേഷൻ അഥവാ നമ്മുടെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ബോട്ടണി ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. നമ്മുടെ മെറ്റബോളിസത്തിലൊക്കെ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ് എയറോബിക് റെസ്പിറേഷൻ. അതിൽ അവസാനത്തെ ഇവന്റ് ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അതിൽ നിന്നാണ് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ എവിടേക്ക്
എവിടെയൊക്കെയാണ് പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ATP സിന്തസിസിന്റെ പാർട്സ്, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഇതിലെ ഏത് ഡയഗ്രമാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പ്രോപ്പർലി റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ ചാപ്റ്ററിലെ തന്നെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ട് ഉണ്ടല്ലോ, അതായത് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് ആയി ഗ്ലൈക്കോളിസിസ്, അതിനുശേഷം അത് അസറ്റൈൽ കോയി ആയി, അതായത് നമ്മുടെ ലിങ്ക് റിയാക്ഷൻ, അതിനുശേഷം അത് ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്തു. അവിടെ നിന്ന് കിട്ടുന്ന ഹൈ എനർജി മോളിക്യൂൾ ആയിട്ടുള്ള NADH FADH2 എല്ലാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൊടുത്ത് അവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വഴി ഉണ്ടാവുന്ന ATP സിന്തസിസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള ഈ എൻറ്റയർ പ്രോസസ്, അതും എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അടുത്തത് ജെനറ്റിക്സ് 2, അതായത് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മോളിക്കുലാർ ജെനറ്റിക്സിലെ കീ ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അതിൽ കാണുന്ന എല്ലാ എക്സ്പെരിമെന്റ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഹർഷേ ചേസ് എക്സ്പെരിമെന്റ് ആയിക്കോട്ടെ, ഈ എല്ലാ എക്സ്പെരിമെന്റും ട്വീക്ക് ചെയ്ത് അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങളുടെ കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ശരിക്കും ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ജെനറ്റിക്സ് 2 എക്സ്പെരിമെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. അത് പ്രോപ്പർലി മനസ്സിലാക്കിയാൽ അതിൽ നിന്നും ട്വീക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, സോ ജെനറ്റിക്സ് 2 നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എക്സ്പെരിമെന്റ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് PCR ആണ്. ബയോടെക്നോളജി 1-ൽ തന്നെ പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ ഈൽഡ്, എത്ര സൈക്കിളിന് ശേഷം എത്രത്തോളം നമ്മളുടെ DNA ഫ്രാഗ്മെന്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിന്റെ ആ ഒരു കോർ കോൺസെപ്റ്റും ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ ഇതൊക്കെയാണ് ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീറ്റ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൂടെ ഫോക്കസ് ചെയ്യേണ്ട, നിങ്ങളുടെ ഒന്ന് പാറ്റേൺ മാറി ചിന്തിക്കേണ്ടേ ഈ 21 ദിവസം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ടോപ്പ് 10 ടോപ്പിക് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്തത്.